ഒരുപാട് പേര് അത്ഭുതപ്പെടുന്നുണ്ട് നമ്മുടെ അരുൺകുമാർ സാറിന് എന്താണ് പറ്റിയതെന്ന്. കാരണം അരുൺകുമാർ സാറ് പറയുന്നതൊന്നും അത്രമേൽ അങ്ങോട്ട് ഒക്കുന്നില്ലെന്ന് മാത്രമല്ല, ആവേശം കൊണ്ട് എന്തൊക്കെയോ സാറ് പറയുന്നുണ്ട്. നമ്മുടെ എയർപോർട്ടുകളെല്ലാം അടച്ചിട്ടതും പിന്നെ അതുപോലെ തന്നെ ഈ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞതും എല്ലാം വലിയ സംഭവങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം PK ഫിറോസും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അതായത് യൂത്ത് ലീഗ് പിടിക്കാൻ PK ഫിറോസ് എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റ്. യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ലീഗിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ സംഘടനാ രീതിയും അത്തരം കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. കേരളത്തിലെ CPMനെ പോലെയോ അല്ലെങ്കിൽ അതിനോട് തുല്യമായി അതിൻ്റെ കേഡർ സ്വഭാവം നിലനിർത്തി പോകുന്ന ഒരു പാർട്ടിയാണ് CPM. അതിലങ്ങനെ ആരെങ്കിലും ഒരാൾ ചെന്ന് പിടിക്കാനും വലിക്കാനും ഒന്നും സാധ്യമല്ല. അത് അതിൻ്റെ ചിട്ടയിലാണ് നടക്കുന്നത്. അപ്പോൾ യൂത്ത് ലീഗിനെ പിടിക്കാൻ ചെന്നു എന്നാണ് വാർത്ത. അതിനകത്ത് PK ഫിറോസ് പറയുന്നത് ഈ പറയുന്ന അരുൺകുമാർ ഈ ഷെല്ലാക്രമണം ഒന്നും ഉണ്ടാകാതെ തന്നെ നമ്മുടെ എയർപോർട്ടുകൾ അടച്ച അരുൺകുമാറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ന് ഇല്ലാത്ത പാക്ഷെല്ലാക്രമണത്തോടെ തുടർന്ന് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു പൂട്ടിച്ച റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ യൂത്ത് ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലായിടവും പൊട്ടിത്തെറി ഉണ്ടാക്കലാണ് പ്രധാനപ്പെട്ട പരിപാടി. മെമ്പർഷിപ്പ് മുറിക്കുന്നതിന് മുന്നേ സംസ്ഥാന കമ്മിറ്റി വരെ പ്രഖ്യാപിച്ച ചാനൽ യൂത്ത് ലീഗ് പിടിക്കാൻ PK ഫിറോസ് എന്ന് വെച്ച് കാച്ചിയിട്ടുണ്ട്. റിപ്പോർട്ടറിൽ വാർത്ത കുക്ക് ചെയ്യുന്നവരോടൊന്ന് പറഞ്ഞോട്ടെ, ഇത് പാലക്കാട് പോയി പിടിക്കാൻ മുട്ടിലെ മുറിച്ച മരക്കഷ്ണമല്ല, ഒരു സംഘടനയാണ്. പിന്നെ നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ നിരന്തരം വ്യാജവാർത്തകൾ കൊടുക്കുമെന്നല്ലേ? ആയിക്കോട്ടെ, അങ്ങനെ പേടിച്ച് പിന്മാറുന്നവരുണ്ടാവും. അക്കൂട്ടത്തിൽ ഞങ്ങളെ കിട്ടില്ല. എന്നാൽ പിന്നെ പ്രകാശത്തിൻ്റെ 3 ഇരട്ടി വേഗതയിലുള്ള ബിഗ് ബ്രേക്കിംഗ് വന്നോട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പ്രകാശത്തിൻ്റെ 3 ഇരട്ടിയുള്ള ബിഗ് ബ്രേക്കിംഗ് എന്താണെന്ന്. അതും ഒന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. അതായത് പ്രകാശത്തിന് 3 ഇരട്ടി വേഗതയിൽ സംഭവിച്ച ഒരു ബിഗ് ബ്രേക്കിംഗ് സംഗതിയുണ്ട്. ആ ബിഗ് ബ്രേക്കിംഗ് സംഗതി ഒന്ന് കാണേണ്ടതാണ്, അറിയേണ്ടതാണ്. അത് നമ്മുടെ അരുൺകുമാർ സാറിൻ്റെ ഒരു വലിയ കണ്ടെത്തലാണ്. അതൊന്ന് കേൾക്കേണ്ടതുണ്ട്. അതിങ്ങനെയാണ്, ഇതാ കേട്ടോളൂ. 0.5 ടൈംസ് വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് പോകുന്നത് കാണാം. മാക്കാണ് അതിന്റെ വേഗത എന്ന് പറയുന്നത്. സാധാരണ മിസൈലുകളേക്കാൾ കൂടുതൽ വേഗതയിൽ, അതായത് പ്രകാശത്തിന്റെ വേഗതയേക്കാൾ 3.5 ടൈംസ് വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. അതാണ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സംഗതിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകാശത്തിനേക്കാൾ 3 ഇരട്ടി 3.5 ടൈംസ് വേഗതയിൽ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വരെയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മിസൈലിൻ്റെ വേഗത 1 മണിക്കൂറിൽ 32,200 കിലോമീറ്ററാണ്. പ്രകാശത്തിൻ്റെ വേഗത 3 ലക്ഷം കിലോമീറ്റർ. അതിൻ്റെ 3.5 ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഏതാണ്ട് 10.5 ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് നമ്മുടെ അരുൺകുമാർ സാറിൻ്റെ കയ്യിലുള്ള മിസൈൽ പോകുന്നത്. എന്നാൽ അല്ലാതെ ശാസ്ത്രജ്ഞന്മാർ യുദ്ധത്തിനായി കണ്ടുപിടിച്ച മിസൈൽ ആകെ 32,200 കിലോമീറ്റർ വേഗതയിലേ പോവുകയുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരാളിനെ അപമാനിക്കാൻ പറയുകയല്ലേ, സത്യസന്ധമായ കാര്യമല്ലേ, അല്ലാത്ത കാര്യമല്ലേ, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനൊക്കുമോ എന്നൊക്കെ വിചാരിക്കും. അതിന് റിപ്പോർട്ടർ ചാനൽ തന്നെ ഒരു മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരവാണ്. എന്തുകൊണ്ടാണ് ഈ എയർപോർട്ട് അടച്ച വിഷയത്തിലും പിന്നെ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്നും മായ്ച്ച വിഷയത്തിലും കറാച്ചി ആക്രമിച്ച വിഷയത്തിലുമൊക്കെ അരുൺകുമാർ സാറിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും വിമർശിക്കുന്നത് എന്ന് ഇതിന് ഈ വളം കൊടുത്ത, അതായത് പന്ത് കൊണ്ട് വെച്ചു കൊടുത്ത സുജയ ചേച്ചി പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കേണ്ടതാണ്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വിമാനത്താവളം അടച്ചു എന്ന് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അപ്പോൾ വന്ന എയർപോർട്ട്സ് ക്ലോസ്ഡ് എന്നുള്ളതിന്റെ അപ്പോൾ പറഞ്ഞതാണ്. അതിന് തൊട്ടടുത്ത മിനിറ്റുകൾ അത് തിരുത്തിയെങ്കിലും ആ തിരുത്തൊരിടത്തുമില്ല. വിമാനത്താവളം അടച്ച ഡോക്ടർ അരുൺ വിമാനത്താവളം തുറന്നു കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതൊക്കെ അത് അസൂയക്കാര് തന്നെയാണ് എന്നതാണ് പറയേണ്ടത്. അസൂയ മൂത്ത് പറയുന്നതാണ്. ഡോക്ടർ അരുൺ പ്രസന്റ് ചെയ്യുന്നത് പോലെ പ്രസന്റ് ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഇരുന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കമന്റ് ചെയ്യുന്നില്ല. അതായത് അരുൺകുമാർ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയാൻ പറ്റാത്ത ആളുകളുടെ അസൂയ കൊണ്ടാണ് ആളുകൾ ഇതൊക്കെ കളിയാക്കുന്നത്. അല്ലാതെ അരുൺകുമാർ സാറിന് തെറ്റുപറ്റിയതോ ഈ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് ധൃതി കാണിച്ചു, ഞങ്ങൾ ഈ വള്ളംകളി പോലെ റിപ്പോർട്ട് ഞങ്ങൾ ചെയ്തത് ശരിയായില്ല, അതൊരു ഒരു എത്തിക്കൽ ജേർണലിസത്തിൻ്റെ ഭാഗമായില്ല, ഞങ്ങൾ തിരുത്താം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അതൊന്നുമല്ല പറയുന്നത്. അരുൺകുമാർ സാറിനോടുള്ള അസൂയ കൊണ്ടാണ് ഈ പറയുന്നതല്ല. അരുൺകുമാർ സാർ പറയുന്ന 3.5 ഇരട്ടി പ്രകാശത്തിൻ്റെ വേഗതയും ഒക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ശാസ്ത്ര സത്യങ്ങളോട് നീതി പുലർത്താൻ കഴിയാത്ത ഒരുപാട് ആളുകളുടെ ജൽപ്പനങ്ങളാണെന്നാണ്
നമ്മുടെ സുജയ പാർവതി ചേച്ചി പറയുന്നത്. നമോവാകം. വണക്കം.